ചെങ്കടലിലെ കപ്പൽ ആക്രമണത്തിന് പിന്നാലെ ഹൂതി വിമതൻ ബന്ദികളാക്കിയവരിൽ മലയാളിയുമെന്ന് സംശയം. കപ്പലിലുണ്ടായിരുന്ന കായംകുളം സ്വദേശി അനിൽകുമാറിനെ കുറിച്ചാണ് വിവരമില്ലാത്തത്. ബന്ദിയാക്കിയവരിൽ അനിൽകുമാർ ഉണ്ടെന്നാണ് കുടുംബം പറയുന്നത്. കപ്പലിലുണ്ടായിരുന്ന കന്യാകുമാരി സ്വദേശി അഗസ്റ്റിൻ രക്ഷപ്പെട്ട് നാട്ടിലെത്തി. പാഠശാലയുള്ള അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു സാറ്, പിന്നെ ക്യാപ്റ്റൻ റഷ്യക്കാരനാണ്. ഇവർ 3 പേരോടാണ് ഒന്നിച്ച് റെഡ് സീയിലേക്ക് ജമ്പ് ചെയ്തെന്നാണ് പറഞ്ഞത്. ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ചാടിയിരിക്കുന്നത്. പക്ഷേ ഇവർ എത്ര ദിവസം കടലിൽ കടന്നു എന്നുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ വയ്യ. പക്ഷേ ഇതിൽ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ആളും ക്യാപ്റ്റനും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ അവർ സെർച്ച് ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ഒന്നിൻ്റെ കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അവർ ഇന്ത്യക്കാരുണ്ടോ അല്ലെ അവരുടെ കൂടെയുള്ള എത്ര ആൾക്കാരാണ്, ഏത് സ്ഥലക്കാരാണെന്നും വെളിയിൽ ചെയ്തിട്ടില്ല. വിശദാംശങ്ങൾ നൽകാൻ ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, അനിൽകുമാറിനെയും ബന്ദിയാക്കിയിട്ടുണ്ടെന്ന് കുടുംബം കരുതാനുള്ള കാര്യം എന്താണ്? ഇവരെന്താണ് പറയുന്നത്? അതായത് ഈ വർഷം ഫെബ്രുവരി 22-ന് പാലക്കാടുള്ള ഒരു ഏജന്റ് വഴി ജോലിയിൽ പ്രവേശിച്ചതാണ് അനിൽകുമാർ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഈ മാസം 7-ാം തീയതിയാണ് സൊമാലിയയിൽ നിന്ന് തിരിച്ച് ചെങ്കടൽ വഴി വഴിമാറുന്ന എറ്റേണിറ്റി സി എന്ന കപ്പലിൽ സഞ്ചരിക്കവേ ഹൂതികളുടെ ആക്രമണം ഉണ്ടായി എന്നാണ്. ഈ ആക്രമണത്തിൽ ചില ആളുകൾ, ഏതാണ്ട് 6 ആളുകൾ മരണപ്പെട്ടുവെന്നും അതിൽ 15 ആളുകളെ ബന്ദികളാക്കി എന്ന വിവരമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അഗസ്റ്റിൻ എന്നൊരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അഗസ്റ്റിന് വീട്ടിലേക്ക് ഇവർ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ബന്ദിയാക്കിയവരിൽ അനിൽകുമാറും ഉണ്ട് എന്നൊരു സംശയമാണ് ഈ വീട്ടുകാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തണം എന്നും അതിൽ ഒരു സ്ഥിതി ഉണ്ടാക്കി തന്റെ ഭർത്താവിനെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഭാര്യ KC വേണുഗോപാൽ, ജോൺ പിട്ടാസ് MP അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകുകയും ഇന്ത്യ ഗവൺമെന്റിനെ സമീപിക്കുകയും കേരള സർക്കാരിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ ഭർത്താവ് ഈ ബന്ദിയാക്കപ്പെട്ടവരുണ്ട് എന്നൊരു സംശയം ഉന്നയിച്ചുകൊണ്ടാണ് ഭാര്യ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ അന്വേഷണം വേണം എന്നൊരാവശ്യമാണ്. അതുകൊണ്ട് ഹൂതികളുടെ ആക്രമണത്തിൽ പിടിക്കപ്പെട്ടവരിൽ മലയാളിയായ അനിൽകുമാർ ഉണ്ട് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച